സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പിലാകാതെ വന്നതോടെ ബദൽ മാർഗം തേടുകയാണ് KSEB. സ്വാപ്പ് വഴി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ലഭിക്കുമോ എന്നതും പരിശോധിക്കുന്നു. അതിനിടെ വൈദ്യുതി ക്ഷാമത്തിൽ റെഗുലേറ്ററി കമ്മീഷനെ പഴിചാരുകയാണ് KSEB. വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിച്ചെങ്കിലും വൈദ്യുതി കിട്ടാനില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. പവർ എക്സ്ചേഞ്ചിലെ ടേം ഹെഡ് മാർക്കറ്റ് വഴി വൈദ്യുതിക്ക് ഡിമാൻഡ് വെച്ചെങ്കിലും വൈദ്യുതി ലഭ്യമല്ലെന്ന മറുപടിയാണ് KSEBക്ക് ലഭിച്ചത്. കടുത്ത ചൂടിനെ തുടർന്ന് ദേശീയതലത്തിൽ വൈദ്യുതി ആവശ്യം കൂടിയതാണ് കാരണം. പ്രതിസന്ധി മറികടക്കണമെങ്കിൽ വൈദ്യുതി ലഭിക്കണം. പവർ എക്സ്ചേഞ്ച് വഴി ലഭിച്ചില്ലെങ്കിൽ ബദൽ മാർഗം തേടണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കരാർ വഴി വൈദ്യുതി വാങ്ങാൻ കഴിയുമോ എന്നതും KSEB പരിശോധിക്കുന്നു. രാജ്യത്താകെ പ്രതിസന്ധിയുള്ളതിനാൽ സ്വാപ്പ് വഴി വൈദ്യുതി ലഭിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നില്ല ബോർഡ്. സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി ലഭിക്കാനുള്ള സാധ്യതയും തേടും. വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ നിയന്ത്രണം കൂട്ടേണ്ടി വരുമോ എന്നതും ആശങ്കയാണ്. അതിനിടെ നിലവിലെ പ്രതിസന്ധിക്ക് പിന്നാലെ റെഗുലേറ്ററി കമ്മീഷനെ പഴിചാരുകയാണ് KSEB. 8-ാം തീയതി സമർപ്പിച്ച പെറ്റീഷനിൽ റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് വെച്ചത് 24-ാം തീയതി. ഹിയറിംഗ് കഴിഞ്ഞിട്ടും തീരുമാനമെടുത്തില്ല. പ്രതിസന്ധി രൂക്ഷമായപ്പോഴാണ് കരാറിന് അനുമതി നൽകുന്നത്. അപ്പോഴേക്കും പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി കിട്ടാതായി. കാലതാമസം വന്നത് വൈദ്യുതി വാങ്ങുന്നതിൽ തടസ്സമായെന്നാണ് KSEB വിലയിരുത്തുന്നത്. ഇതേ നില തുടർന്നാൽ വൈദ്യുതി നിയന്ത്രണവും തുടരും. നാളെ മുതൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസമുണ്ടാകുമെന്നും KSEB കണക്കുകൂട്ടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.